السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. أما بعد. പ്രിയമുള്ളവരെ, ഏതൊരു മനുഷ്യനും നല്ലവനായി മാറാൻ മൃഗീയ ദുർഗുണങ്ങളിൽ നിന്നും മുക്തരായി സംശുദ്ധരും സൽസ്വഭാവികളുമായി വളരാൻ അതിനുള്ള വഴികൾ, മാർഗങ്ങൾ പരിശുദ്ധ ദീൻ വരച്ചു കാട്ടിത്തന്ന വിവിധങ്ങളായ വഴികളാണ് ഏതാനും ആഴ്ചകളായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ്, നന്നാകാനുള്ള മാർഗമാണ്, ദുസ്വഭാവങ്ങളെല്ലാം മാറ്റി സൽസ്വഭാവികളായി വളരാനുള്ള അതിപ്രധാനമായ ഒരു മാർഗമാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധം സ്ഥാപിക്കുക. അങ്ങനെ ബന്ധം സ്ഥാപിക്കാൻ സാധിക്കാത്ത പിൽക്കാല മുസ്ലിമീങ്ങൾ ആ പരിശുദ്ധ റസൂലിന്റെ യഥാർത്ഥ ഖലീഫമാരുമായി, വാരിഥീങ്ങൾ അനന്തരാവകാശികളുമായി, നായിബീങ്ങൾ പകരക്കാരുമായി ബന്ധം സ്ഥാപിച്ച് റസൂലുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിലെത്തുക, നന്നായി മാറുക. ഈ കാര്യമാണ് സൂറത്തുൽ ഫാത്തിഹയുടെ പ്രമേയം എന്ന് കഴിഞ്ഞയാഴ്ച വിശദീകരിച്ചു. സ്വഹീഹായ ഹദീസുകളിൽ ധാരാളം ഈ ഗുണപാഠം പഠിപ്പിക്കുന്നതായി കാണാം. ചില ഉദാഹരണങ്ങൾ കഴിഞ്ഞയാഴ്ച പറഞ്ഞുവച്ചു. നിസ്കാരത്തിൽ അത്തഹിയ്യാത്തിൽ നാം ഓതുന്ന സ്വലാത്ത് ഇബ്രാഹീമിയയുടെ പൊരുളും ആശയവും ഇതാണ് എന്നും നമ്മൾ പറഞ്ഞു. ഇതിനൊക്കെ അപ്പുറത്ത് ഖുർആനിൽ ധാരാളം ഭാഗങ്ങളിൽ ഈ ആഹ്വാനം കാണാം. ഏതാഹ്വാനം? നിങ്ങൾ നന്നാകണമെങ്കിൽ ഒറ്റക്കണ് നന്നാകൽ സാധിക്കില്ല. നിങ്ങളെ നന്നാക്കാൻ അള്ളാഹു പറഞ്ഞയച്ച ദൂതന്മാരെ കൊണ്ടേ നിങ്ങൾക്ക് നന്നാകാൻ പറ്റുള്ളൂ. അവരുടെ കൂടെ കൂടി അവരുടെ കൂട്ട് സ്വീകരിച്ച് രക്ഷപ്പെടുക. സൂറത്ത് തൗബയിൽ കാണാലോ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, അല്ലയോ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകൾ മാനിച്ച് പടച്ചവനെ കുറിച്ചുള്ള ബോധത്തോടെ ജീവിക്കണേ, അല്ലാഹുവിന് തഖ്വയുള്ളവരാകണമേ. ഇതിന് ഒറ്റക്ക് കഴിയൂല.
പിന്നെ എങ്ങനെ സാധിക്കും എന്നാണ് തുടർന്ന് പറയുന്നത്, വകൂനു മഅസ്വാദിഖീൻ. ജീവിതത്തിൽ സത്യം മാത്രം പറയുന്ന പരമസത്യസന്ധരായ, ജീവിതം കൊണ്ട് പരമസത്യസന്ധരായ സിദ്ദീഖുകൾ, അവരുടെ കൂട്ട് നിങ്ങൾ സ്വീകരിക്കണം. അവരുടെ കൂടെ കൂടി രക്ഷപ്പെടാൻ നിങ്ങൾ ശ്രമിക്കണം. തഖ്വയുള്ളവരാകാൻ നിങ്ങൾ അധ്വാനിക്കണം. ആ കൂട്ട് നിങ്ങൾക്ക് വേണം എന്ന് സൂറത്തു തൗബയിലൂടെ കാണാം. ഇനിയും ആയത്തുകളും ഹദീസും ഈ വിഷയത്തില്. ഏതൊരു കാര്യത്തിനും ഒരു വഴികാട്ടി, വഴി അറിയാത്തയിടത്തേക്ക് വഴി പറഞ്ഞു തരുന്നൊരു വഴികാട്ടി വേണം. ഏതൊരു വിദ്യക്കും ഒരു ഗുരുനാഥൻ വേണം. അതില്ലാതെ ഡ്രൈവിംഗ് കഴിയോ? പടവ് ജോലി, വീട് നിർമ്മാണം കഴിയോ? എന്ത് പണിക്കാ? ഇത് കാണിച്ചു തന്നൊന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിച്ചു തരാൻ ഒരു ഗുരുനാഥൻ ഇല്ലാതെ? എല്ലാ രംഗത്തും ഉണ്ട്. പിന്നെ ദീനിലത് വേണ്ടേ? ഉറപ്പായിട്ടും വേണം. ഇങ്ങനെ ഇவ்விധം അല്ലാഹുവിലേക്ക് നയിക്കുന്ന, ആത്മസംസ്കരണം നടത്തിക്കൊണ്ട് പരിശുദ്ധരാക്കി സൽസ്വഭാവികളാക്കി മാറ്റുന്ന പരിശുദ്ധ റസൂലുമായി അല്ലെങ്കിൽ അവിടത്തെ ഖലീഫമാരുമായി ബന്ധം സ്ഥാപിക്കാതെ ദുസ്വഭാവികളായി ജീവിച്ചു മരിച്ചു പോകുന്ന ആളുകൾ പരലോകത്തേക്ക് കടന്നു വരുന്നത് അക്രമികളായിട്ടായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. എന്ത്? നേരായ റൂട്ടിലേക്ക് വരാനുള്ള മാർഗമൊന്നും അന്വേഷിക്കാതെ, അതിനു പറ്റുന്ന ആളുകളുടെ മുന്നിൽ ചെന്ന് ആ വഴിയൊന്ന് ചോദിച്ചറിയാതെ, നേച്ചറിലുള്ള വൃത്തികെട്ട സ്വഭാവങ്ങളോടെ ജീവിച്ച് വൃത്തികെട്ടവനായി ജീവിച്ച് മരിച്ചു പോകുന്ന ആളുകൾ ആഖിറത്തിലേക്ക് കടന്നു വരുന്നത് അക്രമികളായിട്ടായിരിക്കുമെന്ന് മാത്രമല്ല, ആ അക്രമികളുടെ ആർത്തനാദം, രോധനം, അവരുടെ ഖേദപ്രകടനം പരിശുദ്ധ ഖുർആൻ വരച്ചു കാട്ടുന്നുണ്ട്. അതാണ് സൂറത്തുൽ ഫുർഖാൻ 25, 26, 27, 28 4 നന്നാകാൻ മെനക്കെടാതെ തോന്നിയതുപോലെയൊക്കെ ജീവിച്ച് മരിച്ചു പോകുന്ന ആളുകൾ അവിടെ വന്ന് നടത്തുന്ന ഖേദപ്രകടനം അള്ളാഹു കാക്കട്ടെ. വയൗമ തശഖഖു السَّمَاءُ بِالْغَمَامِ وَنُزِّلَ الْمَلَائِكَةُ تَنزِيلًا വയൗമ തശഖഖു السَّمَاءُ بِالْغَمَامِ ആകാശലോകം തകർന്ന് തരിപ്പണമായി അതിനകത്തെ മേഘപടലങ്ങൾ പുറത്തു വരുന്ന ദിവസം, ആകാശം പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നടിഞ്ഞ് മേഘം പുറത്തു വരുന്ന, മേഘപാളികൾ പുറത്തു വരുന്ന ദിവസം, വനുസ്സിലൽ മലായികതു തൻസീലാ കോടാനക്കോടി മലക്കുകൾ കൂട്ടം കൂട്ടമായി ഭൂമിയിലേക്ക് ഇറക്കപ്പെടുന്ന ദിവസം. അന്ത്യനാളിന്റെ അവസ്ഥയാണ് അല്ലാഹു പറയുന്നത്. അൽ മുൽക്കു യൗമഇദിനിൽ ഹഖ്ഖു ലിർറഹ്മാൻ. ആകാശമണ്ഡലങ്ങളൊക്കെ ഇടിഞ്ഞ് തകർന്ന് താഴെ വീണ് മേഘപാളികൾ പുറത്തു വന്ന് കോടാനക്കോടി മലക്കുകളെ ഭൂമിയിലേക്ക് അല്ലാഹു ഇറക്കുന്ന ദിവസം, ആ ദിവസം യഥാർത്ഥ അധികാരമാധിപത്യം, നിയന്ത്രണം റഹ്മാനായ റബ്ബിൽ മാത്രം നിക്ഷിപ്തമായിരിക്കും. കരുണാവാരിധിയായ അള്ളാഹുവിന് മാത്രമായിരിക്കും അന്ന് അധികാരം. അന്ന് പഞ്ചായത്ത് മെമ്പറും ഉണ്ടാവില്ല, മുനിസിപ്പാലിറ്റി കൗൺസിലറും ഉണ്ടാവില്ല, ചെയർമാനും MLA മന്ത്രി ആരും ഉണ്ടാവില്ല. അന്നത്തെ അധികാരി റഹ്മാൻ മാത്രമായിരിക്കും. വകാന യൗമൻ അലൽ കാഫിരീന അസീറാ. നിഷേധിക്കൂട്ടത്തിന്, കാഫിറുകൾക്ക് ആ ദിവസം ക്ലേശകരമായ, പ്രയാസകരമായ ദിവസമായിരിക്കും. എന്നിട്ടോ വയൗമ യഅള്ളുല്ലാഹു
ളാലിമു അലാ യദൈഹി, അക്രമികളായ ആളുകൾ കൈ കടിക്കുന്ന ദിവസമാണത്. ഖേദത്തോടെ കൈ കടിച്ചു പോകുന്ന ദിവസമാണത്. കടിക്കുക മാത്രമല്ല, യഖൂലു, ഖേദത്തോടെ അക്രമികൾ പറയും, യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീലാ. അടിവരട്ട് ചിന്തിക്കേണ്ട ഭാഗം ഇതാണ് ഈ ആയത്തിൽ. ഈ ആയത്തുകളിൽ പ്രത്യേകം ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഭാഗം ഇതാണ്. എന്താ അക്രമികൾ വിലപിക്കുന്നത്? യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീലാ, റസൂലിന്റെ കൂടെ കൂടി ആ വഴി സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഈ ദുർഘടമായ ദിവസത്തില്, ഭയാനകമായ ദിനത്തില്, അന്ത്യനാളിന്റെ ഭീകര രംഗങ്ങൾ അരങ്ങേറുന്ന ഈ സാഹചര്യത്തില് രക്ഷപ്പെട്ടവരാരാ? റസൂലിനോട് കൂടെ ചേർന്നവർ മാത്രമാണ്. ഇത് കണ്ട ആളുകൾ പറയാണ്, യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീലാ, റസൂലിന്റെ കൂടെ കൂടിയിട്ട് ആ വഴി ഞാൻ സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. റസൂലിന്റെ കൂടെ കൂടെ എന്നാ പറഞ്ഞത്, മഅർ റസൂലി സബീലാ. റസൂലിന്റെ കൂടെ കൂടാൻ നമുക്ക് എങ്ങനെ പറ്റുക? നമുക്ക് പറ്റുന്ന വഴിയാണ് കഴിഞ്ഞയാഴ്ച പറഞ്ഞത്, റസൂലിന്റെ റസൂലുമാരുമായിട്ട് ബന്ധപ്പെടുക. റസൂലിന്റെ റസൂലുമാരുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലിന്റെ റസൂലാൻ. അത് നിയോഗിച്ചു പോയതാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, തുടർന്നങ്ങോട്ട് മഹാന്മാരായ ഖുർആൻ വാഹകരായ സ്വഹാബാക്കൾ റസൂലിന്റെ റസൂലുമാരാണ്. ലോകം കണ്ട റസൂലിന്റെ പ്രധാനിയായ ഒരു റസൂലാണ് അശ്ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി എന്ന മുഹിയുദ്ദീൻ ശൈഖ് തങ്ങള്. ഔലിയാക്കളുടെ സുൽത്താനാണ്, റസൂലിന്റെ റസൂലാണ്. ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്ന ശൈഖുൽ ഹിന്ദ് ഹാജ മുഈനുദ്ദീനുൽ ജിസ്തിയിൽ അജ്മീരി റസൂലിന്റെ റസൂലാ. അവിടുന്ന് നിയോഗിച്ചിട്ടാ ഇന്ത്യ രാജ്യത്തേക്ക് വന്നത്. മുഈനുദ്ദീനെ, നീ ഇന്ത്യയുടെ സുൽത്താനായിട്ട് ഇന്ത്യയിലേക്ക് പോകണം, ഏക ഇലാഹിന്റെ വഴിയിലേക്ക് ഇന്ത്യക്കാരെ വിളിക്കണമെന്ന് സ്വപ്ന ദർശനത്തിലൂടെ നിർദ്ദേശം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് മഹാനവർകൾ ഇങ്ങോട്ട് യാത്ര ചെയ്തു വന്നത്. മമ്പുറം തങ്ങൾ, കേരളത്തില് മഹാന്മാരായ മഖ്ദൂമുമാര്, വെളിയങ്കോട് ഉമർ ഖാലി തങ്ങൾ തുടങ്ങിയ മഹാരഥന്മാർ റസൂലിന്റെ റസൂലുമാരാണ്. ആ റസൂലിന്റെ നിയോഗം കൊണ്ട് റസൂലിനെ പരിചയപ്പെടുത്താൻ, റസൂലിലേക്ക് അടുപ്പിക്കാൻ, അങ്ങനെ അള്ളാഹുവിലേക്ക് എത്തിക്കാൻ, ദുസ്വഭാവങ്ങളിൽ നിന്ന് മനുഷ്യ മക്കളെ കടഞ്ഞെടുക്കാൻ നിയുക്തരായ ആളുകൾ റസൂലിന്റെ ഖലീഫമാരാണ്. അവർ റസൂലിന്റെ റസൂല. റസൂലിന്റെ റസൂൽ അള്ളാന്റെ റസൂൽ തന്നെയാണ്. ഇമാം റാസി റഹിമഹുല്ല സൂറത്തു യാസീൻ വിശദീകരിച്ചുകൊണ്ട് ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഈസാ അലൈഹിസ്സലാം അന്താക്കിയ നാട്ടിലേക്ക് ചില ദൂതന്മാരെ വിട്ടു. ആ ദൂതന്മാർ നബിമാരായിരുന്നില്ല. അവരെ കുറിച്ച് റസൂൽ എന്നാ ഖുർആൻ പറഞ്ഞത്. അത് വിശദീകരിച്ച് ഇമാം റാസി തങ്ങൾ പറയുന്നു, വറസൂലു റസൂലില്ലാഹി റസൂലുള്ളാ. എന്ത്? വറസൂലു റസൂലില്ലാഹി റസൂലുള്ളാ. അള്ളാഹുവിന്റെ ദൂതന്മാരായ നബിമാരുടെ ദൂതന്മാർ. അവർ നബിമാരാകണമെന്നില്ല. അവരാരാണ്? റസൂലുമാരാണ്. ഈ റസൂലുമാരുമായിട്ട് ബന്ധം അത് സ്ഥാപിക്കണം. അത് മൂവാറ്റുപുഴ ഉണ്ടാകണം, എറണാകുളം പട്ടണത്തിലുണ്ടാകണം, കാസർഗോഡ് ഉണ്ടാകണം, ലണ്ടനിലുണ്ടാകണം. മുത്ത് റസൂലിന്റെ പാരമ്പര്യം പേറുന്ന, പരിശുദ്ധ ഖുർആൻ വഹിക്കുന്ന, സുന്നത്ത് ജീവിപ്പിക്കുന്ന മുഹിയുദ്ദീനുമാർ. ഇതിപ്പോ റബീഉൽ ആഖിറാണ്, ജീലാനി ദിനത്തിന്റെ മാസവും കൂടെയാണ്. അബ്ദുൽ ഖാദിർ എന്ന ഉമ്മിയും ബാപ്പിയും മൊയ്തീൻ ശൈഖ് തങ്ങൾ കിട്ട പേര്. മൊയ്തീൻ അങ്ങനെ പേര് വന്നത് ദീനിനെ ഹയാത്താക്കി, അള്ളാഹുവിന്റെ ദീനിനെ പുനർജീവിപ്പിച്ച നവോത്ഥാന നായകൻ, 5-ാം നൂറ്റാണ്ടിന്റെ നവോത്ഥാന നായകൻ ശൈഖ് മുഹിയുദ്ദീൻ റഹിമഹുല്ലാ. ഇത് റസൂലിന്റെ റസൂലുമാരാണ്. അപ്പൊ ഒന്നുകിൽ റസൂലുമായിട്ട് നേരിട്ട് കൂടെ അതിപ്പോ നമുക്ക് പറ്റൂല്ലോ. അപ്പൊ റസൂലിന്റെ റസൂലുമാരുമായി
കൂടെ കൂടി ആ വഴിയിൽ കേറ്. അതാണ് ഈ പറയുന്നത്. അക്രമികൾ എന്തും പറഞ്ഞിട്ടാ വിലപിക്കുന്നത്? യാ ലൈതനി തഖൽതു മഅർ റസൂലി സബീല. തുടർന്ന് എന്താ പറയുന്നത്? യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. ഞാൻ ഇന്ന രാഷ്ട്രീയ നേതാവിനെ, ഇന്ന സിനിമാ നടനെ, ഇന്ന കായിക താരത്തെ, ഇന്ന ഗ്രൂപ്പ് നേതാവിനെ നേതാവാക്കാതെ മാറ്റി നിർത്തിയിരുന്നുവെങ്കിൽ, മിത്രമാക്കാതെ മാറ്റി നിർത്തിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അക്രമി വിലപിക്കുക. ഈ രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെ പിറകെ, സിനിമ കായിക താരങ്ങളുടെ പിറകെ ആരാധനാ മനോഭാവത്തോടെ പിന്നാലെ നടന്ന അനുയായികളുടെ, അണികളുടെ, ആരാധകരുടെ രോധനമാണിത് അള്ളാഹു പറഞ്ഞു തരുന്നത്. എന്ത്? യാ വൈലത്താ, എന്റെ നാശമേ, എന്റെ കഷ്ടമേ, ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. അച്ചങ്ങാതിന്റെ പിറകെ നടക്കാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അവന്റെ കൂടെ നടന്നിട്ടല്ലേ. ഏത് രാഷ്ട്രീയ പാർട്ടിയിലും നമുക്ക് പ്രവർത്തിക്കാം, കുഴപ്പമില്ല. പക്ഷെ പിണറായി വിജയനാകാൻ പാടില്ല റോൾ മോഡൽ. VD സതീശനാകാൻ പാടില്ല റോൾ മോഡൽ. കായിക താരത്തെ നല്ല കളിക്കാരൻ എന്നുള്ള ആൾക്ക് ഇഷ്ടപ്പെടും. ഇപ്പൊ വേണ്ടാന്ന് ഞാൻ വയന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ റോൾ മോഡൽ ഒരു കായിക താരമാകാൻ പാടില്ല, ഒരു കലാകാരനാകാൻ പാടില്ല. ആരാ നമ്മുടെ റോൾ മോഡൽ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. ആ മോഡല് നമുക്ക് പരിചയപ്പെടുത്തുന്ന, പച്ചയായ ജീവിതത്തിൽ കാണിച്ചു തരുന്ന അൽ ആലിം, അൽ ഖലീഫ, അൻ നായിബ്, അൽ വാരിസ്, അതാണ് നമ്മളെ റോൾ മോഡൽ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ചെന്നിട്ട് വിരലടിച്ചിട്ട് കരയേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇനി നമുക്ക് റസൂലിന്റെ റസൂലുമാരാരാ നമുക്കിടയിൽ ഉണ്ടോ ഇല്ലേ നോക്കണല്ലോ. റസൂലിന്റെ ഖലീഫമാർ ഫയക്സുറൂൻ. ഇനി നബി വരൂല മക്കളെ. ലക്ഷത്തിൽ പരം നബിമാരിവിടെ വന്ന് മൺമറഞ്ഞു പോയി മക്കളെ. ഞാൻ അന്ത്യപ്രവാചകനാണ് മക്കളെ. പ്രവാചക ശൃംഖലയുടെ സീലാണ്, ഖാത്തമാണ്. എന്നെ കൊണ്ട് പ്രവാചക ശൃംഖലയുടെ സീല് വെച്ച് കഴിഞ്ഞു. ഇനി നബി ഇല്ല മക്കളെ. വസയകൂനു ഖുലഫാ ഫയക്സുറൂൻ. ഇനി ഇവിടെ വരുന്നത് ഖലീഫമാരാണ്. അവർ ധാരാളം ധാരാളം വരും. അവരാരാണ്? അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? അവരുടെ അടയാളം എന്താണ്? ഇതറിഞ്ഞാലല്ലേ റസൂലിന്റെ അടുത്തേക്ക് എത്താനുള്ള വഴി നമുക്ക് കിട്ടുള്ളൂ. എന്താണത്? മനുഷ്യരെ ആത്മീയമായി സംസ്കരിക്കുന്ന, മാനസികമായി പരിവർത്തിപ്പിക്കുന്ന, ദുസ്വഭാവങ്ങളിൽ നിന്ന് മുക്തരാക്കി സൽസ്വഭാവികളാക്കി വളർത്തിയെടുക്കുന്ന മഹാന്മാരായ നബിമാര്, ഖലീഫമാര്. ഇവരെ പ്രധാന ഡ്യൂട്ടി എന്താണ്? നബിമാരുടെയും ഖലീഫമാരുടെയും പ്രധാന ഡ്യൂട്ടി എന്താണ്? ദുസ്വഭാവങ്ങളിൽ നിന്ന് നമ്മളെ നന്നാക്കുക എന്നുള്ളതാ. അല്ല തലകുത്തി മറിയാൻ 5 നേരം പള്ളിക്കൽ കൊണ്ടുവന്നിട്ട് എല്ലാ വൃത്തികെട്ട സ്വഭാവത്തിന്റെ പിന്നാലെ പോവാന്നല്ല. ബേസിക്കലായിട്ട് ഇവിടെ നന്നാകുക. ഇവിടെ നെഞ്ചത്ത് ഖൽബ് നന്നാവുക. ഇതാണ്. അത് നന്നായവരെ അള്ളാഹുവിലേക്ക് അടുക്കുള്ളൂ, അത് നന്നായവരെ റസൂലിലേക്ക് അടുക്കുള്ളൂ. നമ്മൾ പറഞ്ഞല്ലോ ഹദീസുകള്. അഹബ്ബുന്നാസി ഇലല്ലാഹി അഹ്സനുഹും ഖുലുഖാ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യന്മാരാരാ? ആരാ കൂട്ടരെ? അഹബ്ബുന്നാസി ഇലല്ലാഹി തആല. സ്വഹീഹ ഹദീസാണ്. അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര്, ഹുബ്ബുള്ളവര്, അള്ളാഹ് സ്നേഹിക്കുന്നത് ആരെ? അഹ്സനുഹും അഖ്ലാഖ. അവരെ കൂട്ടത്തിലെ സൽസ്വഭാവികൾ. അഖ്റബുക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ. ബുഖാരിയുടെ ഹദീസ്. റസൂലുള്ള പറയാ, അഖ്റബുക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ. നാളെ പരലോകത്തെ എന്റെ തൊട്ടടുത്ത് വന്നിരിക്കുന്നവരാരാ? ആരാ? 3 ഉംറ ചെയ്തവരാ? 4 ഹജ്ജ് ചെയ്തവരാ? അല്ല. അഹാസിനുക്കും അഖ്ലാഖാ. ഹജ്ജ് ഉംറയൊക്കെ അതിനു വേണ്ടിയിട്ടുള്ളതാ, സ്വഭാവം നന്നാക്കാനുള്ള ട്രെയിനിങ്ങാ. നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സൽസ്വഭാവികളാണ് അന്ന് പരലോകത്തിന്റെ ഏറ്റവും അടുത്ത് വന്നിരിക്കുന്ന ആളുകള്. അപ്പൊ ഇങ്ങനെ സ്വഭാവം നന്നാക്കാൻ പണിയെടുക്കുന്ന, അതിനു വേണ്ട മരുന്ന് തരുന്ന, ശരീരത്തിന് അസുഖമായ ഡോക്ടർ, MBBS, MD, ഫിസിഷ്യനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല മരുന്ന് തരും. ഇവിടത്തെ ഈ പ്രശ്നം തീർക്കാൻ മരുന്ന് തരുന്ന റസൂല് അല്ലെങ്കിൽ റസൂലിന്റെ ഖലീഫ, അവരെ യോഗ്യത എന്ത്? ഇൻഷാ അല്ലാഹ് അത് നമുക്കൊന്ന് പഠിക്കാം. പഠിക്കണത് ഇത് അടിസ്ഥാന വിഷയാട്ടോ.
ഇത് ബേസാണ്, ദീനിന്റെ ബേസാണ്. നമുക്ക് നന്നാകാനുള്ളതിന്റെ അടിസ്ഥാന വിഷയമാണ് ഇത്. ആരും ഉറങ്ങി കേൾക്കരുത്. കണ്ണും ചെവിയും മനസ്സും തുറന്ന് തന്നെ കേൾക്കണം. 4 ഖുർആനിക ഡിഗ്രിയുള്ളവരാണ് നബിമാരും ഖലീഫമാരും. 4 ഖുർആനിക ഡിഗ്രി. അത് ഫൈസി ഡിഗ്രി അല്ല, ബാക്കവി ഡിഗ്രി അല്ല, സഖാഫി ഡിഗ്രി അല്ല. ആ ഡിഗ്രി പോരാ. അതുള്ളവർക്ക് ചിലപ്പോ ഈ പറഞ്ഞ 4 ഡിഗ്രി ഉണ്ടാവും. പക്ഷെ ആ ഡിഗ്രി ഫൈസി ഡിഗ്രി ഉള്ളതുകൊണ്ട് ഈ 4 ഡിഗ്രി ഉണ്ടാവില്ല. പറഞ്ഞ മനസ്സിലായോ? 4 ഖുർആനിക ഡിഗ്രി. ഇത് 4 ഖുർആൻ പറഞ്ഞതാ. നബിമാർക്കും ഖലീഫമാർക്കും ഉണ്ടാകേണ്ടുന്ന 4 ഡിഗ്രികൾ, ഖുർആനിക ഡിഗ്രികൾ, 4 പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ സ്പഷ്ടമായി അള്ളാഹു പറഞ്ഞ ഡിഗ്രിയാണ്. 1 ബസ്വീറത്ത്. ഒന്നെന്താണ്? ബസ്വീറത്ത്, ഉൾക്കാഴ്ച. ഈ മുഖത്തുള്ള കണ്ണിന്റെ കാഴ്ചയല്ല, അത് പോത്തിനുണ്ട്. പോത്തിനേക്കാൾ മോശപ്പെട്ട മനുഷ്യനുണ്ട്. എന്ത്? ഈ കണ്ണിന്റെ കാഴ്ച. മുഖത്തുള്ള കണ്ണിന്റെ കാഴ്ച പോത്തിനില്ലേ? പോത്തിന്റെ മുന്നേക്ക് ഒരു വടിയും കൊണ്ട് ചെന്നോക്ക്, പോത്തത് കാണുന്നുണ്ട്. അതുപോലെ 2 കാലിന് നടക്കുന്ന ജീവികൾക്കും അതുണ്ട് ഈ കാഴ്ച. അതല്ല ബസ്വീറത്ത് എന്ന് പറഞ്ഞ മനക്കണ്ണുകൊണ്ടുള്ള കാഴ്ച, ഉൾക്കാഴ്ച എന്നാണ് ബസ്വീറത്തിന്റെ മലയാളം. ഉൾക്കാഴ്ച. മനക്കണ്ണിന് പവർ ഉണ്ടാകുക. എന്താ അതുകൊണ്ട് കാണുന്നത്? അള്ളാഹുവിനെ കുറിച്ച്, അവന്റെ റസൂലിനെ കുറിച്ച്, ദീനിനെ കുറിച്ച്, സംബോധിതരായ ആളുകളുടെ മനോഗതികളെ കുറിച്ച്. ഇപ്പൊ ഞാൻ ബസീറത്തുള്ള ആളാണെങ്കിൽ എന്റെ മുന്നിൽ വരുന്ന ആളുടെ മനോഗതി, അയാളെ നേച്ചർ എനിക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതാണ് കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളെ കൽഭാഗം എന്നോവർ. പളുങ്ക് കുപ്പിന്റെ ഉള്ളിലുള്ളത് കാണും പോലെ ഇങ്ങനെ നോക്കിയാൽ അള്ളാഹ് എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ അവിടെ എന്താ കുഴപ്പം നോക്കിയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമെന്ന് അതിനർത്ഥം. അല്ലാതെ നീ ഇപ്പൊ വിചരിച്ചു വരില്ലടാ എന്ന് പറയില്ല. അത് അവര് പറയില്ല. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ പറയൂല, നന്നായിക്കോന്നേ പറഞ്ഞു കൊടുക്കുള്ളൂ. അള്ളാന്റെ ഒരു പേരാണ് സത്താറേ. സത്താറ് പറഞ്ഞാൽ എന്താ? മൂടി വെക്കുക, മറച്ചു വെച്ചു കൊടുക്കുക. ഓരോ ആളും തമ്മാടിത്തരം ചെയ്യണം. അള്ളാഹ് അപ്പൊ തന്നെ വെളിപ്പെടുത്തി അവിടെ എന്തായിരിക്കും അവസ്ഥ ആലോചിച്ച് നോക്ക്. അപ്പൊ നന്മയും തിന്മയും ചെയ്യാൻ അവിടെ സ്വാതന്ത്ര്യം ഉണ്ടാവില്ലല്ലോ. സത്താറ് എന്ന് പറഞ്ഞ ഇസ്മുണ്ട്. മഹാന്മാരത് മനസ്സിലാക്കിയവരാ, അറിഞ്ഞാൽ തന്നെ പറയൂലെന്നാ. മഹാന്മാരൊക്കെ പഠിച്ചോനെ കശ്ഫ് തരണം, എല്ലാം കാണിച്ചു തരണം. അങ്ങനെ ഹൗദും കരയിൽ ഓരോരുത്തർ ഉദു ചെയ്യുമ്പോ പട്ടിയും പൂച്ചയും പന്നിയൊക്കെ അങ്ങനെ അയാളെ ശരീരത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കണ്ടുന്നാ. ഉദുടുക്കുമ്പോഴേ പാപങ്ങളാണ് ഈ കോലത്തിൽ പോകുന്നത്. അപ്പൊ ആ അവസ്ഥയിൽ കണ്ട മനുഷ്യനോട് ഒരു അസ്വസ്ഥത, പടച്ചോനെ എനിക്കിത് കാണണ്ട, എനിക്കിത് സഹിക്കാൻ പറ്റണില്ല, ഇത് തിരിച്ചു ദുആ ചെയ്തു എന്നാ ഒരു മഹാനായ വലിയ. അപ്പൊ ബസ്വീറത്ത് വേണം. ബസ്വീറത്ത് എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ച. എന്താ തെളിവ്? ഖുർആൻ സൂറത്ത് യൂസുഫ് 108. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസ്വീറത്തിൻ അന വമനിത്തബഅനി. ഖുൽ നബിയെ അങ്ങ് പ്രഖ്യാപിക്കണം, ഹാദിഹി സബീലി, ഇതാണ് എന്റെ വഴി എന്ന് ഉറക്കെ പറയണം. ഇതാണ് എന്റെ വഴി. നബിയെ അങ്ങ് പറയണം, ഹാദിഹി സബീലി, ഇതാണ് എന്റെ വഴി. ഏതാ എന്റെ വഴി? അദ്ഉ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്ന വഴി. ഏത് വഴി? അദ്ഉ, ഞാൻ വിളിക്കുന്നു, ഇലല്ലാഹി, അല്ലാഹുവിലേക്ക്. ഇവിടെ ശ്രദ്ധിക്കണേ, ഇലാ ബൈത്തില്ല, അള്ളാന്റെ വീട്ടിലേക്ക് എന്നല്ല. ഇലാ മസ്ജിദില്ല എന്നല്ല. ഇലാ സ്വലാത്തില്ല, നിസ്കാരത്തിലേക്ക് എന്നല്ല. ഇലാ ഇബാദത്തില്ല എന്നല്ല. അതിന് ബസീറത്ത് വേണ്ട. മുഅദ്ദിനായി സേവനം ചെയ്യുന്ന വ്യക്തിക്ക് പള്ളിയിലേക്ക് വിളിക്കാൻ യോഗ്യത ഉണ്ട്, അങ്ങേര് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ബസീറത്ത് വേണോ? ഇബാദത്തിലേക്ക് മുസ്ലിയാരായ ഞാൻ വിളിക്കുന്നുണ്ട് നിങ്ങളെ. അള്ളാഹുവിന്റെ റിളയിലേക്ക്, തൃപ്തിപ്പെട്ട കാര്യങ്ങളിലേക്ക് ഞങ്ങൾ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട്, പിരിവ് ചോദിക്കുന്നുണ്ട്. നിന്റെ വീട്ടിൽ കൊണ്ടുപോകാനല്ല, രോഗികൾക്ക് വേണ്ടിയിട്ടും അവശർക്ക് വേണ്ടി നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് അള്ളാഹുവിന്റെ റിളയിലേക്ക് ഞാൻ നിങ്ങളെ വിളിക്കലാണ്. ഇതിന് ബസീറത്ത് വേണ്ട. പള്ളിയിലേക്ക് വിളിക്കാൻ, നിസ്കാരത്തിലേക്ക് വിളിക്കാൻ, അള്ളാഹു ഇഷ്ടപ്പെട്ട ഇബാദത്തിലേക്ക് ക്ഷണിക്കാൻ,
അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് വിളിക്കാൻ ഇതിനൊന്നും ബസീറത്ത് വേണ്ട. അതിന് മുസ്ലിയായ മതി, അല്ലെങ്കിൽ മൊല്ലാക്കയായ മതി. അതൊക്കെ നല്ല തന്നെയാണ്, അതൊന്നും മോശമല്ല. അതൊക്കെ റേഞ്ച് കൂടിയ സംഭവം തന്നെയാണ്. മൊല്ലാക്കാന്ന് പറഞ്ഞ അവഹേളിക്കണ്ട. അന്ത്യനാളിൽ തലയെടുപ്പോടുകൂടെ കടന്നു വരുന്നവർ പള്ളിയിലേക്ക് നിസ്കാരത്തിന് വിളിച്ചവരാകുമെന്ന് ആല റസൂലുള്ളാഹി. തലയെടുപ്പോടെ അന്തസ്സോടെ അങ്ങനെ വരുന്നത് ഖിയാമത്ത് നാൾ ആരാണ്? വാങ്കൊടുക്കുന്ന ആളുകളാണ്. മോശപ്പെട്ട പണിയൊന്നല്ല. പക്ഷേ അവർക്ക് അള്ളാഹുവിലേക്ക് വിളിക്കാൻ പറ്റൂല. അള്ളാഹുവിലേക്ക് വിളിക്കണം എന്നുണ്ടെങ്കിൽ അള്ളാഹുവിലേക്കുള്ള വഴി അറിയണ്ടേ, അല്ലേ? കുര്യൻ മലയിലേക്ക് വഴി ഒഴിച്ചു, ആരാ പറഞ്ഞു കൊടുക്കുക? അങ്ങോട്ട് വഴി അറിയുന്ന ആൾക്കല്ലേ അങ്ങോട്ട് വഴി പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അറിയാത്തവർക്ക് എന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റുക? അള്ളാഹുവിലേക്ക് വിളിച്ചു കൊണ്ടുപോകണമെങ്കിൽ അങ്ങോട്ടുള്ള വഴി കൃത്യമായിട്ട് അറിയണ്ടേ? അള്ളാഹുവിലേക്ക് വിളിക്കുന്നവനാണു ഞാൻ ജനങ്ങളെ അള്ളാഹുവിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നു. ഇതാണ് എന്റെ വഴി. ഈ വിളി ഒരു ലഘുലേഖയുടെ അടിസ്ഥാനത്തിലുള്ള വിളിയല്ല, ആരെങ്കിലും പ്രസംഗം കേട്ടിട്ടുള്ള വിളിയല്ല, ആ ഏതെങ്കിലും കിതാബ് വായിച്ചിട്ട് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിളിയല്ല. അലാ ബസീറത്തിൻ, ഉൾക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ റബ്ബിന്റെ ദീനറിയാ, റബ്ബിന്റെ അഫ്ആല് സിഫാത്തുകൾ അറിയാ, റബ്ബിന്റെ ദീനിനെ കുറിച്ചറിയാ, വിളിക്കപ്പെടുന്ന നിങ്ങളെ കുറിച്ചറിയാ. അലാ ബസീറത്തിൻ, ഉൾക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ, മനക്കണ്ണുകൊണ്ട് കാണാനുള്ള പവറിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വിളിക്കണേ. ഇത് ഞാൻ മാത്രല്ല, അന വമനിത്തബഅനി, അന വമനിത്തബഅനി, ഞാനും എന്നെ പിന്തുടരുന്ന എന്റെ ഖുലഫാ, എന്റെ വാരിസീങ്ങളും ബസീറത്തിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിലേക്ക് വിളിക്കുക. അപ്പൊ നമ്പർ 1, ഒന്നാമത്തെ ഖുർആനിക ക്വാളിഫിക്കേഷൻ ബസീറത്ത്. അവിടെ ഞാൻ ഔട്ടായി, എനിക്കതില്ല. വെറുതെ പുളു പറഞ്ഞിട്ട് വിടല് തള്ളിയിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഔട്ടായി. റസൂലിന്റെ ഖലീഫ ആകാൻ എനിക്ക് യോഗ്യതയില്ല. പക്ഷെ ദീനിലേക്ക് ക്ഷണിക്കാൻ, അള്ളാന്റെ തൃപ്തിയിലേക്ക് വിളിക്കാൻ, ഇബാദത്തിലേക്ക് വിളിക്കാൻ, അതിന് ഞാൻ അലിഫും ബാവും പഠിച്ചിട്ടുണ്ട്, കിതാബ് ഓതിയിട്ടുണ്ട്. പക്ഷെ അള്ളാഹുവിലേക്ക് നിങ്ങളെ വിളിച്ചു കൊണ്ടുപോകാൻ ഞാൻ ഔട്ടായി. കാരണം ബസീറത്ത് എന്ന ഖുർആനിക ക്വാളിഫിക്കേഷൻ എനിക്കില്ല. 2, 4 കേട്ടോ. 2, അൽ ഇൽമുൽ ലദുന്നി, ലദുന്നിയായ അറിവുള്ള ആളാകണം. ലദുന്നിയായ അറിവ് പറഞ്ഞാൽ വായിച്ചും പഠിച്ചും വഴല് കേട്ടിട്ടും കിട്ടിയ അറിവല്ല. അതൊന്നുമില്ലാതെ, സൃഷ്ടികളുമായി ഒരു ബന്ധമില്ലാതെ സൃഷ്ടാവിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന അറിവിന്റെ പേരാണ് ഇൽമുൽ ലദുന്നി. ഖളിർ അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞിടത്ത് സൂറത്തുൽ കഹ്ഫിലുണ്ടല്ലോ, വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ, അദ്ദേഹത്തിന് നാം പഠിപ്പിച്ചു, മിൻ ലദുന്നാ ഇൽമ, നമ്മുടെ ഭാഗത്ത് നിന്നും അറിവ് പഠിപ്പിച്ചു. ലദുന്നിയായ ഇൽമ്, ലോകത്ത് വന്ന അംബിയാ മുർസലുകളുടെ ഇൽമൊക്കെ അവർ കോളേജിൽ പോയി പഠിച്ചുണ്ടാക്കിയതല്ല, വഹയിലൂടെ ലദുന്നിയായ ഇൽമ് കിട്ടിയതാ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു കിതാബും ജീവിതത്തിൽ വായിച്ചു പഠിച്ചിട്ടില്ല. ഒരു പള്ളിക്കൂടത്തിലും റസൂലുള്ള പോയിട്ടില്ല. മനുഷ്യകുലത്തിൽ നിന്നൊരു അധ്യാപകന്റെ മുന്നിൽ പോയിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിച്ചിട്ടില്ല. അവിടുന്ന് ഉമ്മിയാണ്. അന്നബിയിൽ ഉമ്മി എന്ന് 2 സ്ഥലങ്ങളിൽ ഖുർആനിൽ പറയുന്നുണ്ട്. ഉമ്മിയായ നബി. എന്താ ഉമ്മി എന്ന് പറഞ്ഞ? പിറന്ന് വീണ് ഉമ്മായുടെ മടിത്തട്ടിൽ നിന്ന് കിട്ടുന്ന പ്രാഥമികമായ അറിവുകളുണ്ടല്ലോ, ആ അറിവിനപ്പുറം മറ്റൊരു അറിവും തേടിപ്പോകാത്ത മനുഷ്യന്റെ പേരാണ് ഉമ്മിയെ. തീർത്തും നിരക്ഷരൻ, എഴുത്തും വായനയും പോലും അറിയാത്ത ആള്. അങ്ങനെയുള്ള റസൂലുള്ള അറബ് ലോകത്തെ സാഹിത്യ സാമ്രാട്ടുകളെ മുട്ടുകുത്തിച്ചു, മലർത്തിയടിച്ചു. പരിശുദ്ധ ഖുർആന്റെ പടവാളുകൊണ്ട് അവരെ അതിജയിക്കുകയും തോൽപ്പിക്കുകയും ചെയ്തു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദുന്യാവിന്റെയും ആഖിറത്തിന്റെയും വേണ്ട കാര്യങ്ങളൊക്കെ അറിയുകയും പഠിപ്പിക്കുകയും ചെയ്തു. ആകാശ ലോകത്തെ വാർത്ത പറഞ്ഞു തന്നു. ഭൂതകാലത്ത് നടന്നതും ഭാവിയിൽ വരാനിരിക്കുന്നതും മുത്ത് റസൂലുള്ള പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? എവിടുന്ന് കിട്ടി? എവിടെ പോയി പഠിച്ചു? അക്കാദമിക് രംഗങ്ങളിൽ പഠിച്ചിട്ടേയല്ല. പിന്നെയോ ലദുന്നിയായ ഇൽമ്, വഹയിന്റെ വഹി എന്ന് പറഞ്ഞാൽ അള്ളാഹു നേരിട്ട് മെസ്സേജ് കൊടുക്കന്നെ, അള്ളാഹു മലക്കിലൂടെ മെസ്സേജ് കൊടുക്കന്നെ. അങ്ങനെ കിട്ടിയ അറിവ്
ഇങ്ങനെ അറിവ് കിട്ടിയ മഹാജ്ഞാനികൾ ഖലീഫമാരെ കൂട്ടത്തിലുണ്ട്. അവരൊരു സ്ഥലത്തും പഠിക്കാൻ പോയിട്ടില്ല. അവരൊന്നും ഒരു ഗുരുനാഥന്റെ മുന്നിലും ചെന്നിട്ട് അക്ഷരങ്ങളോ മറ്റു വിജ്ഞാന ശാഖകളോ പഠിച്ചിട്ടില്ല. പക്ഷേ റസൂലിന്റെ ഖലീഫമാരുമായിട്ട് അവർ ബന്ധം സ്ഥാപിച്ചു. അപ്പൊ അവർക്ക് ലദുന്നിയായ ഇൽമ കിട്ടി. അള്ള കൊടുത്തു. അത് വഹിയല്ല, ഇൽഹാമിലൂടെ കൊടുക്കുമെന്ന് പറയും, കശ്ഫിലൂടെ കൊടുക്കുമെന്ന് പറയും. വഹി നബിമാർക്ക് ഉണ്ടാവുക, ഖലീഫമാർക്ക് എന്താ ഉണ്ടാവുക? ഇൽഹാം, അള്ള തോന്നിപ്പിക്കുക. കശ്ഫ്, അള്ള അങ്ങോട്ട് തുറന്നു കാണിച്ചു കൊടുക്കുക. ലദുന്നിയായ ഇൽമ, ഇതെല്ലാ അറിവും വേണം. ഇപ്പൊ ഒരു മനുഷ്യന്മാർ പഠിച്ചുണ്ടാക്കിയവർക്ക് എന്താ അറിവുള്ളത്? ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമല്ലേ? MD ഒക്കെ ആയി കിട്ടിയാൽ ഭയങ്കര സംഭവമല്ലേ? പക്ഷെ അയാൾക്ക് എന്താ അറിയാം? ചില രോഗങ്ങളെ കുറിച്ചറിയാം, ചില രോഗങ്ങളുടെ കാരണങ്ങൾ അറിയാം, ചില മെഡിസിനുകളെ കുറിച്ചറിയാം. അതന്നെ ചില. പഠിച്ചതിന്റെ അപ്പുറത്തേക്ക് എന്തോരം കിടപ്പുണ്ട്. എത്ര ഡിഗ്രി ആ വൈദ്യശാസ്ത്ര രംഗത്തെടുത്താലും ഇപ്പോഴും റിസർച്ച് നടക്കുകയല്ലേ, ഗവേഷണങ്ങൾ നടക്കുകയല്ലേ അല്ലേ? ഈ ഡോക്ടർക്ക് ഒരു വീട് വെക്കണം എന്ന് വെച്ചാൽ അയാൾ അപ്പൊ എഞ്ചിനീയറെ സഹായം തേടേണ്ടി വരും. ആ ശാഖയെ കുറിച്ച് അപ്പുറം ഒന്നും അറിയില്ല. ഒരു നിയമവിദഗ്ധൻ, നല്ലൊരു അഡ്വക്കേറ്റ്, സുപ്രീം കോടതിയിലെ അഭിഭാഷകനാണ്. ഒരു സിറ്റിങ്ങിന് 15 ലക്ഷമാണ് പ്രതിഫലം വാങ്ങണത്. ഉണ്ട്, സുപ്രീം കോടതിക്ക് പോയി നോക്ക്. ലോക്കൽ സാധാരണ അഭിഭാഷകർക്ക് 4-5 കൊടുക്കണം. 2ന്റെ വക്കീലന്മാരുണ്ട്, അവരെ ഏൽപ്പിക്കാതിരിക്കുക, കേസ് പൊട്ടിന്ന് ഉറപ്പിച്ചോളി. ഒരു 5 ലക്ഷമെങ്കിലും കൊടുക്കാത്ത വക്കീലിനെ ഏൽപ്പിച്ചാൽ അവിടെ നടക്കൂല. 10-15 ഒരു സിറ്റിങ്ങിന് കൊടുക്കണം. നിയമപരിജ്ഞാനമുള്ള ആള്. പക്ഷെ ആ നിയമപരിജ്ഞാനത്തിന് അപ്പുറം അയാൾക്ക് വല്ല വീറുണ്ടാവുമോ? ഒന്നും ഉണ്ടാവില്ല, ഒരു വീറുണ്ടാവില്ല. അത്ര ഉണ്ടാവുള്ളൂ. ശാഖക്കപ്പുറം. ഇനിയിപ്പോ മനുഷ്യരെല്ലാരും ഈ ഭൂമിയിലുള്ള എല്ലാ പണ്ഡിറ്റുകളോട് ഒരുമിച്ച് കൂടി, എല്ലാ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ ഒരുമിച്ച് കൂടിയാൽ ആ അറിവ് എന്തറിവാ? ഈ ഭൂമിയിൽ അറിവല്ലേ ഉള്ളത്? ഇതിനപ്പുറത്ത് എത്ര ലോകങ്ങളുണ്ട്? അനന്തം, അജ്ഞാതം, അവർണ്ണനീയം, ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിതിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു എന്ന് നാലപ്പാട് ചോദിച്ചില്ലേ? ഈ ഭൂമിയിൽ ഇരുന്നിട്ടല്ലേ നമ്മളെ ഗവേഷണവും പഠനമൊക്കെ? ഇതിനപ്പുറത്തുള്ള സംഭവങ്ങളെ കുറിച്ച് ഒരു ചുക്കും അറിയില്ലല്ലോ. എന്നാൽ ലദുന്നിയായ ഇൽമു എന്ന് പറഞ്ഞ എല്ലാ അറിവും വേണം. ആകാശത്തെ വീറും വേണം, ഭാവിയിലെ വീറും കിട്ടണം അള്ളാഹുവിൽ നിന്ന്. ലദുന്നി, അള്ളാഹുവിനെ കുറിച്ചും അവന്റെ അഫ്ആല് സിഫാത്തുകളെ കുറിച്ചുള്ള അറിവൊക്കെ ലദുന്നിയായ ഇൽമിൽ ഇൻക്ലൂഡാണ്. അള്ളാന്റെ അഫ്ആല് സിഫാത്താണ് ഈ കാണുന്ന പ്രപഞ്ചം. അള്ളാന്റെ ഖാലിഖ് എന്ന് പറയുന്ന സിഫത്തിന്റെ പ്രകടനാണ് ഈ പള്ളി, നമ്മള്, ഈ ഖബർസ്ഥാൻ. കുറച്ചാണ് യാത്ര ചെയ്ത കടല്, കര, പർവ്വതം, ഇതൊക്കെ അള്ളാന്റെ പടച്ചോന് എന്നുള്ള പേരിൽ നിന്ന് പ്രകടമായതാ. ഇതിനെക്കുറിച്ച് അറിയണം എന്ന് പറഞ്ഞാല് പിന്നെ എന്താ പറയാൻ പാടില്ലാത്തതുണ്ടാകുക? ആവശ്യമുള്ളതൊക്കെ അള്ളാഹു അറിയിച്ചു കൊടുക്കുക. ഇതാണ് ഇൽമുൽ ലദുന്നി. മൊയ്ലിയരെ, നിങ്ങളിപ്പോ ഈ ക്വാളിഫിക്കേഷനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരാളെ തപ്പിക്കോ. എങ്ങനെ തപ്പുക? ഫാത്തിഹയില് തപ്പലാണേ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. പടച്ചോനെ വഴി കാണിച്ചോണ്ട. വഴി ഏത് വഴി? നീ ഇഷ്ടപ്പെട്ട ആൾക്കാരില്ലേ അനുഗ്രഹിച്ച, നീ ഒരിക്കലും കോപിക്കാത്ത, ഒരിക്കലും വഴി തെറ്റാതെ നിന്റെ അടുത്തേക്ക് പോകുന്ന, അള്ളാഹുവിലെ നിന്നിലേക്ക് വിളിച്ചുകൊണ്ടുപോകുന്ന ആൾക്കാരില്ലേ, അങ്ങോട്ട് എത്തിക്കണേ. വരുന്നോ? അതന്നെ അതിനുള്ള വഴി. അല്ലാതെ എ സംഘടന, ബി സംഘടന, ശിഹാബുദ്ദീൻ ഫൈസി വിളിച്ചു കൊടുത്തൊന്നും നിങ്ങൾ പോകാൻ പാടില്ല. നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിന്. റസൂലുമായി ബന്ധം കിട്ടാൻ, ഖലീഫമാരുമായി ബന്ധം കിട്ടാനുള്ള വഴി ഓരോ മുസൽമാനെയും അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. 17 തവണ നിർബന്ധമായും പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ട്രൈ ചെയ്യന്നെ. ഇനി 2 യോഗ്യത ഉണ്ട്, ഇൻഷാ അല്ലാഹ് പറയാൻ സമയമില്ല. ഖുർആനികമായ 2 ഡിഗ്രി കൂടി പറയേണ്ടത് അടുത്ത ആഴ്ച നമുക്ക് പറയാം. അള്ളാഹുവേ, നിന്നിലേക്കുള്ള വഴി നീ എളുപ്പമാക്കി തരണേ പടച്ചോനെ. പടച്ചവനെ, നിന്നിലേക്ക് മരിക്കുന്നതിന്റെ മുമ്പ് മാനസികമായി ഞങ്ങളെ നീ എത്തിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ കണ്ടനാടിയേക്കാൾ അടുത്തുള്ള നിന്നെ പരിചയപ്പെടുത്താൻ നിന്നെ കൊണ്ടേ പറ്റുള്ളൂ. നീ പരിചയപ്പെടാൻ തീരുമാനിച്ചവർക്കേ പരിചയപ്പെടാൻ പറ്റുള്ളൂ. പടച്ചവനെ, ഞങ്ങൾക്കൊക്കെ നിന്നെ പരിചയപ്പെടാനും അടുത്തറിയാനും നിന്നെക്കുറിച്ചുള്ള ബോധത്തോടെ ജീവിക്കാനും നീ ഉദവി നൽകണമേ റബ്ബേ.